പ്രകൃതി ജൈവകലവറയിലെ വിത്ത് പെട്ടിയാണ്. ഈ വിത്ത് പെട്ടിയിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള തദ്ദേശീയമായിട്ടുള്ള വിത്തുകളും അതുപോലെ തന്നെ കേരള കാർഷിക സർവകലാശാല ഉരുത്തിരിച്ചെടുത്ത വിത്തുകളുമാണ് ഇതിനകത്തുള്ളത്. ഇതിന് ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈബ്രിഡ് സങ്കര ഇനങ്ങളുടെ പുറകെയാണ് എല്ലാവരും പോകുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ വിത്തിന്റെ സ്വയം പര്യാപ്തത എന്നൊരു കാര്യം, വിത്തിന്റെ സ്വരാജ് എന്നൊരു കാര്യം ഇല്ലാണ്ടാവുകയാണ്. അടുത്ത വർഷവും നമ്മള് വിത്ത് കമ്പനികളെ ആശ്രയിക്കണം ആ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ കിട്ടാൻ. ഇതാണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് ഓപ്പൺ പോളിനേറ്റഡ് ആണ്. നമുക്ക് കൃത്യമായിട്ട് ഈ വിത്തുകൾ അടുത്ത കൊല്ലം ഇട്ടാലും അത് അതേ സ്വഭാവ സവിശേഷതകളോട് തന്നെ മുളയ്ക്കുകയും നമുക്ക് കായ്ഫലം തരികയും ചെയ്യും. അപ്പൊ ഞങ്ങൾ തദ്ദേശീയമായിട്ട് ഒത്തിരി ഇനങ്ങളെ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഉദാഹരണത്തിന് നെയ്ക്കുമ്പളം, അതുപോലെ തന്നെ ചുവന്ന ചോളം, നിത്യവഴുതന, അതുപോലെ നമ്മുടെ നാട്ടിലുള്ള കുറെ അധികം വെള്ളരി ഇനങ്ങള്. നമ്മുടെ അടുത്ത് 5 ഇനത്തോളം നെയ്ക്കുമ്പളത്തിന്റെ വെറൈറ്റി ഉണ്ട്. പിന്നെ ഒരുപാട് ഇനം ചീരകള്, മയിൽപ്പീലി ചീര, പച്ചച്ചീര, ചുവപ്പ് ചീര, വ്ലാത്താങ്കര ചീര, അങ്ങനെ ഒത്തിരി ചീരകള്, പീച്ചിലിന്റെ ഒക്കെ നാടൻ പീച്ചില്, നാടൻ പാവല്, നാടൻ പടവലം, അതുപോലെ കേരള കാർഷിക സർവകലാശാലയുടെ നാടൻ ഇനങ്ങളായിട്ടുള്ള പയർ ഇനങ്ങള്, ലോല, ഗീതിക, ദീപിക, അതുപോലെ വെണ്ട, ചുവപ്പ് വെണ്ട, പിന്നെ കാളക്കൊമ്പൻ വെണ്ട. കേരള കാർഷിക സർവകലാശാലയുടെ വിത്തുകൾ ഒരുവിധം എല്ലാം ഞങ്ങൾ കവർ ചെയ്യാറുണ്ട്. കാരണം ഒത്തിരി ശാസ്ത്രജ്ഞരുടെ ഒരുപാട് കാലത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം, അധ്യയനത്തിന് ശേഷം ഉരുത്തിരിച്ചെടുക്കുന്ന വിത്തുകളാണ് അവ. അത് ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ തെല്ലിക്കളയാൻ പറ്റുന്നവയല്ല. അതുകൊണ്ട് ഞങ്ങളത് പരമാവധി കർഷകരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വിത്തുകളിലൂടെ നമ്മള് കൃഷിയുടെ കാർഷിക സ്വയം പര്യാപ്തതയും കൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്.